ജമ്മു കശ്മീരിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമർനാഥ് യാത്ര തുടരുന്നു. ഭക്തരുടെ 20-ാം സംഘം കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് കശ്മീരിലെ ഗുഹ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ബാബ ബർഫാനിയുടെ ദർശനത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും യാത്രയാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും സായുധ സേനയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ തണലിലാണ് അമർനാഥ് തീർത്ഥാടനം. ബാബ ബർഫാനിയുടെ അനുഗ്രഹം തേടിയുള്ള അമർനാഥ് യാത്രയുടെ 20ാമത് ബാച്ച് ജമ്മുവിൽ നിന്ന് യാത്ര തിരിച്ചു. പുലർച്ചെ തന്നെ ഭഗവതി നഗർ യാത്രാനിവാസിൽ നിന്നും സായുധ സേനയുടെ അകമ്പടിയോടെയാണ് തീർത്ഥാടകരുടെ വാഹനം കാശ്മീരിലേക്ക് തിരിച്ചത്. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടങ്ങുന്ന ഭക്തജനസംഘം ഹർഹർ മഹാദേവ ധ്വനികളോടെയാണ് യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ക്രമീകരണങ്ങളാണ് മോദി സർക്കാരും ജമ്മുകാശ്മീർ ഭരണകൂടവും ഒരുക്കിയിരിക്കുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലുടനീളം CRPF, കരസേന, ജമ്മുകാശ്മീർ പോലീസ് എന്നിവരെ വിന്യസിച്ചിരിക്കുന്നു. ഹൈടെക് കൺട്രോൾ റൂമുകൾ, ഡ്രോൺ ക്യാമറകൾ, സാറ്റലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാണ്. പ്രതികൂല കാലാവസ്ഥയും കഠിനമായ മലനിരകളും കടന്ന് ഇതുവരെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ബാബ ബർഫാനിയെ ദർശിച്ചത്. യാത്രാമധ്യേ ഭക്തർക്കായി മെഡിക്കൽ ക്യാമ്പുകളും വിശ്രമ കേന്ദ്രങ്ങളും അന്നദാന മണ്ഡപങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ദേശീയ ഐക്യത്തിൻ്റെയും ഭക്തിയുടെയും വലിയ പ്രതീകമായി മാറിയ അമർനാഥ് യാത്ര സുരക്ഷിതമായി പൂർത്തിയാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയും ഭാരതീയ സേനയും ഭരണകൂടവും കാവലായുണ്ട്. ജനം, ഡൽഹി.